റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ് അമേരിക്ക. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ അപലപിക്കുന്ന ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തെ എതിർത്ത് അമേരിക്ക വോട്ട് ചെയ്യുകയുണ്ടായി. 3 വർഷം മുമ്പ് റഷ്യ-യുക്രൈനിൽ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം. 93 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായും 18 രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം തന്നെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 65 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ യുക്രൈന് ലഭിച്ചിരുന്ന പിന്തുണയിൽ ഇടിവ് വന്നിട്ടുണ്ടെന്നാണ് ഈ ഫലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് UN-ൽ നടന്ന വോട്ടെടുപ്പിൽ 140 രാജ്യങ്ങൾ റഷ്യൻ അധിനിവേശത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ പിന്തുണയോടെയുള്ള യുക്രൈന്റെ പ്രമേയത്തെ US ശക്തമായി എതിർത്തു. പക്ഷേ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിച്ച മറ്റൊരു പ്രമേയത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറിനിന്ന 5 രാജ്യങ്ങൾ യൂറോപ്പിൽ നിന്നായിരുന്നു. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി US-ഉം റഷ്യയുമായി ചർച്ചകൾ നടത്തിയതോടെ ആരംഭിച്ച US-യുക്രൈൻ ഏറ്റുമുട്ടൽ ഐക്യരാഷ്ട്രസഭയിലും വലിയ രീതിയിൽ പ്രതിഫലിക്കുകയുണ്ടായി. ട്രംപിന്റെ വരവോടെ US-ന്റെ വിദേശ നയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റവും വളരെയധികം ദൃശ്യമായിരുന്നു. പ്രാരംഭ ചർച്ചകളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയതിൽ യൂറോപ്യൻ നേതാക്കൾക്കിടയിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു.